ദൈവത്തിന്റെ ആത്മാവിൽ പ്രേരിതനായി ഒരു വാക്കെനിക്ക് സംസാരിക്കുവാനുണ്ട്. വരും നാളുകൾ, അടുത്ത ചില വർഷങ്ങൾ നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നത് സുഗമമായ ഒരു ജീവിതത്തിന്റെ ഉടമകളായി നമുക്ക് അഭിമാനിക്കുവാനുള്ള സമയങ്ങളായിരിക്കില്ല. പണമില്ലാഞ്ഞിട്ടല്ല, ഭവനമില്ലാഞ്ഞിട്ടല്ല, ആഹാരമില്ലാഞ്ഞിട്ടല്ല, ഇല്ലെങ്കിൽ ജോലിയില്ലാഞ്ഞിട്ടല്ല, ഇതെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ നിന്റെ രക്ഷകന് വേണ്ടി നിലനിൽക്കുവാൻ വളരെയധികം ത്യാഗങ്ങൾ അനുഭവിക്കേണ്ട നാളുകൾ ഇതാ നമ്മെ കാത്തിരിക്കുകയാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞു. ഒരു പക്ഷെങ്കിൽ നമ്മുടെ രാജ്യത്ത് അതൊക്കെ അത്രയുമൊക്കെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നു. കഷ്ടതയുടെ നാളുകളിൽ, പരിശോധനയുടെ നാളുകളിൽ, ക്ഷാമത്തിന്റെ നാളുകളിൽ, യാതനയുടെ നാളുകളിൽ നീ ആർക്ക് വേണ്ടി നിലനിൽക്കും? നിന്റെ കുടുംബത്തിന് വേണ്ടിയോ, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയോ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ? ആർക്ക് വേണ്ടിയാ നീ നിലനിൽക്കുന്നത്? ഇല്ല, ദൈവത്തിന് ആവശ്യം ബഹുജനത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു ദർശനമുള്ള യോസേഫുമാർ. അത് നിനക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അങ്ങനെ ഒരു യോസേഫാണെന്ന് നിനക്ക് സമ്മതിക്കാൻ കഴിയുമോ? നീ ആ ദർശനത്തിന് വേണ്ടി നിൽക്കുന്നവനെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഉറപ്പിക്കാൻ കഴിയുമോ? എങ്കിൽ ദൈവം നിന്നോട് കൂടെ വരും. ദൈവത്തിന് നിന്നോട് പല കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്.